ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സും ഡെയിലി നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. വെറൈറ്റി മോഡൽസ് കാണുമ്പോൾ താത്ത ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ വിഷമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്നുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിൽ നിന്നും ഞാൻ ഒരു പീസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നെക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു പീസാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടത്. അതുപോലെ സ്ലീവ്സിൻ്റെ താഴ്വശവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പീസിൽ ക്രോസ് പീസ് കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും, അതായത് ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണല്ലോ. ഈ താഴ്വശം സ്ലീവ്സൊക്കെ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയുമല്ലോ. അതുപോലെ ബാക്കിൽ ക്രോസ് പീസും അറ്റാച്ച് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ മെഷർമെൻറ്റ് ചോദിച്ചിട്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് ലേബൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ചെസ്റ്റ് അളവ് മെഷർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നോക്കാം. തേൽ തുമ്പ് അടക്കം 43 ഇഞ്ചിലാണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ സാധാ മെറ്റീരിയൽ എടുത്തിട്ട് എങ്ങനെയാണോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി കൊടുക്കാറ് അതുപോലെ തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നാലാക്കിയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ബിഗിനേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെഡിമെയ്ഡ് ടോപ്പാണ്. അതായത് നമ്മൾ വീട്ടിൽ സാധാരണ ഇടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ടോപ്പല്ല, റെഡിമെയ്ഡ് ടോപ്പാണ്. അത് എല്ലാവരും ആദ്യം ഒന്ന് മൈൻഡിൽ വെക്കട്ടെ. അതായത് ഷോപ്പുകളിൽ കിട്ടുന്ന ഒറിജിനൽ ടോപ്പാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മെഷർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തയ്യൽ തുമ്പിൻ്റെ കാര്യമാണ്. കാരണം നമ്മൾ ബിഗിനേഴ്സൊക്കെ തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ 2 ഇഞ്ചൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് അളവ് 44 ഇഞ്ചാണ് കേട്ടോ കണക്കാക്കുന്നത്. ഞാൻ ഇവിടെ ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് കാണിച്ചു തരാം. ഇതിൽ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 3 ഇഞ്ചിലാണ് കേട്ടോ. നോർമലായിട്ട് ഒരു XXL സൈസ് ഇല്ലെങ്കിൽ നമ്മൾ, അതായത് ഇപ്പോൾ എൻ്റെ പ്രായം അത്യാവശ്യം എല്ലാവർക്കും ഒരുപാട് വൈഡ് നെക്ക് ഉപയോഗിക്കാത്തവരും അതുപോലെ ഒരുപാട് നെക്ക് ടൈറ്റായിട്ട് ഉപയോഗിക്കാത്തവർക്കും നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരളവാണ് കേട്ടോ 3 ഇഞ്ച് വിഡ്ത്ത്. അപ്പോൾ ആ ഒരു അളവ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് നോക്കുന്നത് നെക്കിൻ്റെ ലെങ്ത്താണ് കേട്ടോ. ആദ്യം ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചിലാണ് കേട്ടോ. പിന്നെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചിലുമാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളുടെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. കാരണം ഇപ്പോൾ വൈകുന്നേരം സമയത്താണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. രാവിലെ നമുക്ക് വോയിസ് കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഷോൾഡർ ഇവിടെ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചിലാണ്. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് ആം ഹോളുടെ ചുറ്റളവാണ് കേട്ടോ. അപ്പോൾ ആം ഹോളുടെ ചുറ്റളവ് ടോട്ടൽ ഇവിടെ വന്നിരിക്കുന്നത് 10.5 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് 44 ചെസ്റ്റ് അളവുള്ള ഒരാൾക്കുള്ള അളവാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തയ്യൽ തുമ്പ് മാത്രമാണ്. 44നെ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11 ഇഞ്ചാണ്. അതിൽ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 12 ഇഞ്ചിലാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഷെയ്പ്പിൻ്റെ ഇറക്കം നോക്കാം. ഷെയ്പ്പിൻ്റെ ഇറക്കം ഇവിടെ വന്നിരിക്കുന്നത് 13 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ നോർമലായിട്ട് ഒരാൾക്ക് 13 അല്ലെങ്കിൽ 14 ഇഞ്ച് വരെ ഇറക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് ഒരു കർവ് ഷേപ്പ് വരുന്നുണ്ടല്ലോ ഷെയ്പ്പിൻ്റെ ആ ഭാഗത്ത്, അത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ മെഷർ ചെയ്യാനായിട്ട്. പിന്നെ ബിഗിനേഴ്സൊക്കെ ആവുമ്പോൾ തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ ഒരു 2 ഇഞ്ച് തന്നെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവരാകുമ്പോൾ നമുക്ക് 1 ഇഞ്ച് തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഇറക്കം നോക്കാം. സ്ലിറ്റിൻ്റെ ഇറക്കം ഇവിടെ എടുത്തിരിക്കുന്നത് 12.5 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ സ്ലിറ്റിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ ഒരു 22.5 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ സ്ലിറ്റിൻ്റെ ഇറക്കം 24 ഇഞ്ചിലാണ് എടുക്കാറ്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ളവർക്കൊക്കെ ആകുമ്പോൾ ഒരു 24 ഇഞ്ച് വരെ സ്ലിറ്റിൻ്റെ ഇറക്കം എടുക്കാവുന്നതാണ് കേട്ടോ. അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബോറായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഒരു 24 ഇഞ്ച് വരെയൊക്കെ സ്ലിറ്റിൻ്റെ ഇറക്കം നമുക്ക് എടുക്കാം കേട്ടോ, അതായത് ഓപ്പണിൻ്റെ ഇറക്കം. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഇവിടുത്തെ വീതി നോക്കാം. എപ്പോഴും ചെസ്റ്റിനേക്കാളും 1/2 ഇഞ്ചെങ്കിലും കുറച്ചിട്ട് വേണം കേട്ടോ ഷേപ്പിൻ്റെ വീതി എടുക്കാനായിട്ട്.
അപ്പോൾ ഇവിടുത്തെ ഷേപ്പിൻ്റെ വീതി വന്നിരിക്കുന്നത് 11 ഇഞ്ചിലാണ്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ അവിടുത്തെ വീതി നോക്കാം. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടുത്തെ വീതി വന്നിരിക്കുന്നത് 11.5 ഇഞ്ചിലാണ് കേട്ടോ. ഇനി ഏറ്റവും താഴ്വശത്ത് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യും. അതായത് ബോട്ടത്തിൻ്റെ താഴ്വശം വന്നിട്ട് എത്ര വീതി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ 11.5 ഇഞ്ചിലാണ് കേട്ടോ അവിടുത്തെ വീതി വന്നിരിക്കുന്നത്. ഇതെല്ലാം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ടാണ് എന്നുള്ള കാര്യം മാത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പീസ് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, നമ്മൾ സ്റ്റിച്ചിങ് മുഴുവനായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നെക്കിൽ വെക്കാനുള്ള പീസിൻ്റെ ഇറക്കം അവിടെ വന്നിരിക്കുന്നത് 15 ഇഞ്ചിലാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഈ ഒരു പീസ് കൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. ടോപ്പിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് 10 ഇഞ്ചിലുമാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഫോൾഡ് ചെയ്യുന്നത് ഞാനിതാ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഈ ഒരു പീസ് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള പീസൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതങ്ങനെ രണ്ടാക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ മുകളിലുള്ള വീതി 5 ഇഞ്ചും താഴെയുള്ള വീതി 3 ഇഞ്ചും ആയിരിക്കും കേട്ടോ. താഴത്തെ വീതി നിവർത്തിയിടുമ്പോൾ ടോട്ടൽ 6 ഇഞ്ചിലാണ് കേട്ടോ വരിക. മുകളിലത്തെ വീതി 10 ഇഞ്ചാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച പോലെ സ്ലീവ്സ് രണ്ടും കട്ട് ചെയ്ത ശേഷം ഇതുപോലെ മടക്കി താഴ്വശം 1 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് 3/4 സ്ലീവാണ്. താഴ്വശത്തേക്ക് 1 ഇഞ്ച് കൂടി മടക്കി ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഇത് കണക്കാക്കിയിരിക്കുന്ന അളവ് വന്നിട്ട് നമുക്ക് 14 ഇഞ്ചിലാണ് കേട്ടോ. അതായത് മടക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം വരുന്ന അളവാണ് 13 ഇഞ്ച്. 1 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ 14 ഇഞ്ച് എടുക്കുക. അതുപോലെ താഴ്വശത്തെ വീതി വന്നിരിക്കുന്നത് 13.5 ഇഞ്ചിലാണ് കേട്ടോ തയ്യൽ തുമ്പ് അടക്കം. ഇനി നമുക്ക് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നെക്കിൽ വെക്കാനുള്ള ഈ ഒരു പീസിൻ്റെ നല്ല വശം വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ആ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ആ ഭാഗങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ. ടോപ്പിൻ്റെ ചീത്ത വശം വേണം നമുക്ക് ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അതായത് ആ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ടോപ്പിൻ്റെ ചീത്ത വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ തന്നെ ചുളിഞ്ഞു പോകാതെ കറക്റ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്നത് പോലെ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ബിഗിനേഴ്സ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇതുപോലെ ബീഡ്സ് കുത്തി കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി നമുക്ക് നെക്കിൻ്റെ ഈ 2 സൈഡും ഇതുപോലെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ബീഡ്സ് കുത്തി കൊടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ശ്രദ്ധിക്കണം. 2 സൈഡും ഇതുപോലെ കുറച്ച് തുണി ഗ്യാപ്പ് ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നെക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നെക്കിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഇതുപോലെ നമ്മളൊരു ചോക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വൃത്തിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ആ ഉള്ളിലുള്ള ബാലൻസ് പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയണം. അതായത് ആ ഡിസൈൻ വരുന്ന ആ വർക്കിൻ്റെ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ആ നെക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് അതായത് 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ നമുക്ക് ബാക്കി ബാലൻസ് പീസ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇടയിൽ ഇതുപോലെ ഓരോ കട്ടിട്ട് കൊടുക്കണം. ഈ ഒരു കട്ട് നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ നെക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ പീസിനെ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ടോപ്പിൻ്റെ തുണിയൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിലാണ് നല്ല വൃത്തിയായിട്ട് തന്നെ അതവിടെ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഓരോ ഭാഗങ്ങളും പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നെക്കിൻ്റെ മുകളിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് പതിച്ച് കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നെക്ക് അവിടെ നല്ല സ്റ്റിഫായിട്ട് വൃത്തിയിൽ കിടന്നോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈ ബാലൻസ് അതായത് ഈ 3 സൈഡ് നമുക്കൊന്ന് വൃത്തിയിൽ തന്നെ ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം.
അപ്പോൾ ഒരുപാട് ഉള്ളിലേക്ക് തുണി വലിച്ച് പിടിച്ച് നല്ല ബുദ്ധിമുട്ടിയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ട് തന്നെ കൈകൊണ്ട് ഉള്ളിലേക്ക് ചെറിയതായിട്ട് തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൂചി ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കുത്തി നിർത്തിയ ശേഷം വേണം വീണ്ടും റിട്ടേൺ നമുക്ക് ഈ ഒരു എൻഡ് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റം വരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ തുണിയൊന്നും വലിച്ച് പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ ഇതിൽ കുറച്ച് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഈ ഒരു നെക്ക് കറക്റ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്താൽ ഈ ടോപ്പിൻ്റെ ഫുൾ റിസ്ക്കും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം ഈ ടോപ്പിൽ വേറെ മെയിനായിട്ട് നമുക്കൊന്നും ശ്രദ്ധിക്കാനായിട്ടില്ല. ഈ ഒരു നെക്ക് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല വൃത്തിയിലും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക എലഗൻറ്റ് ലുക്കും തരുന്നുണ്ട് കേട്ടോ. സിൽ ടോപ്പാണെങ്കിലും ഈ ഒരു നെക്കാണ് ഇതിന് എന്താ പറയുക നല്ല ഒരു ഭംഗി തരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ബിഗിനേഴ്സിനൊക്കെ അറിയുന്നതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനും ടോപ്പിൻ്റെ താഴ്വശം സ്റ്റിച്ച് ചെയ്യാനും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അഥവാ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക. കാരണം അതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടോപ്പ്, അതായത് ഓപ്പൺ ടോപ്പ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കയറി കാണുക. ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ആ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ, അതായത് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എത്ര പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ നമ്മൾ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് കയറി കാണുക. അതുപോലെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ തുടക്കത്തിൽ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നെക്കുകളാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയെന്ന്. അപ്പോൾ ഞാൻ എല്ലാ നെക്കും സ്റ്റിച്ച് ചെയ്ത് ടോപ്പൊക്കെ ഫിനിഷ് ചെയ്ത ശേഷം ഈ ഒരു പീസ് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും അതുപോലെ ഈ ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇല്ലെങ്കിൽ മെഷർമെൻറ്റൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ബിഗിനേഴ്സിന് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളവർ തീർച്ചയായും മടി കൂടാതെ തന്നെ നമുക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റ് കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനോടും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം, അതുപോലെ തന്നെ എല്ലാവരുടെയും ഓരോ പോസിറ്റീവ് വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനി തുടർന്നും നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ മനസ്സ് തുറന്ന് നന്ദി പറയുന്നു കേട്ടോ. അപ്പോൾ തുടർന്ന് വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ റമദാൻ മാസത്തും നമുക്ക് ഉന്മേഷത്തോടു കൂടി ഓരോ വീഡിയോയും വളരെ എനർജറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സത്യം പറഞ്ഞ സ്വപ്നത്തിൽ പോലും ഈ ഒരു 1000 സബ്ബാകും എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു എൻ്റെ ഒരു മൈൻഡിനെ ഇത്രത്തോളം മാറ്റിയതും അതുപോലെ നമുക്ക് സബ്ബ് കൂടിയതും ഒക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ തുടർന്നും നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും അറിയിക്കുക, സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ചെറിയൊരു സ്മൈലി ആയിട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ വീഡിയോസിനൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ മാഷാ അല്ലാഹ് സത്യമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.